ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 20,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. 15,000 രൂപയുടെയും 20,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ് എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ 15,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ iQOO Z9 XYG അല്ലാന്നുണ്ടെങ്കിൽ Vivo T3 XYG എന്നീ ഫോണിൽ നോക്കാവുന്നതാണ്. ഈ ഫോണുകളിൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ച്വൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രോസസ്സറാണ്. 8 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. ഇതിൽ iQOO Z9 XYG എന്ന സ്മാർട്ട് ഫോൺ 13,000 രൂപ പ്രൈസ് റേഞ്ചിലും Vivo T3 XYG എന്ന സ്മാർട്ട് ഫോൺ 13,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും അവൈലബിൾ ആണ്. പിന്നെ 15,000 രൂപയ്ക്ക് താഴെ സാംസങ് M34 അല്ലാന്നുണ്ടെങ്കിൽ F34 എന്നീ ഫോണുകൾ വരുന്നുണ്ട്. ഈ രണ്ട് ഫോണിലും 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇവൺ 20,000 രൂപയ്ക്ക് താഴെയും ബെസ്റ്റ് ആയിട്ടുള്ള സാംസങ്ങിന്റെ ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും ഓപ്ഷനിൽ വരുന്നത്. വേറെ ഫോണുകൾ കാര്യമായിട്ട് ഓപ്ഷനിൽ വരുന്നില്ല. എന്തായാലും ഈ രണ്ട് ഫോണുകളിലും 6.4 ഇഞ്ചിന്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. 120 റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Exynos 1280 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 11 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 13,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടറോളയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ മോട്ടോ G64 5G എന്ന ഫോൺ നോക്കാവുന്നതാണ്. 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പഞ്ച്വൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7020 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 14 5G ബാൻഡ്സ് ആണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ വളരെ കൂടി 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ പോക്കോയുടെ ഫോൺ വേണം എന്നുണ്ടെങ്കിൽ പോക്കോ X6 Neo 5G എന്ന സ്മാർട്ട് ഫോൺ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 6080 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 7 5G ബാൻഡ്സ് ആണ് വരുന്നത്. 108+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 15,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ പോക്കോ ബ്രാൻഡിൽ വിശ്വാസമില്ല റെഡ്മിയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് Redmi Note 13 5G എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും സെയിം ആയിട്ടുള്ള പ്രോസസ്സറും ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ക്യാമറയിൽ എക്സ്ട്രാ ആയിട്ട് ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ആ ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഈ ഫോണിന്റെ വില 17,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ റിയൽമിയുടെ ഒരു ഫോണൊക്കെ വേണം എന്നുണ്ടെങ്കിൽ Realme P1 അല്ലാന്നുണ്ടെങ്കിൽ Realme Narzo 70 എന്നീ ഫോണുകൾ നോക്കാവുന്നതാണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ രണ്ട് ഫോണുകളിലും ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ MediaTek Dimensity 7050 എന്ന പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രോസസ്സറാണ്. 9 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇതിൽ Narzo 70 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം 15,000 രൂപ പ്രൈസ് റേഞ്ചിലും Realme P1 എന്നുള്ള സ്മാർട്ട് ഫോൺ 16,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും അവൈലബിൾ ആണ്. പിന്നെ Lava Agni 2 എന്നുള്ള സ്മാർട്ട് ഫോൺ 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രാൻഡിന്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിലും ഈ ഫോൺ നോക്കാം. ഇതിൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7050 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+2+2 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4700 mAh ബാറ്ററിയും 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോണുകളുടെ കാര്യത്തിൽ
18,750 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി P1 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലും 6.7 ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കർവ്ഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസറാണ് വരുന്നത്. 50+8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. വോയിസിന്റെ സപ്പോർട്ടും വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. 18,750 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ റിയൽമിയുടെ കാര്യത്തിൽ തന്നെ ഇപ്പം 20,000 രൂപയ്ക്ക് താഴെ റിയൽമി 12+ അല്ലാന്നുണ്ടെങ്കിൽ നാർസോ 70 Pro എന്നീ ഫോണുകളും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഏകദേശം അടുത്ത് വരുന്ന ഫീച്ചേഴ്സ് തന്നെയാണ് രണ്ട് ഫോണുകളിലും വരുന്നത്. രണ്ട് ഫോണുകളിലും 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക് Dimensity 7050 എന്ന പ്രോസസർ എടുത്തിട്ടുണ്ട്. 9 5G ബാൻഡ്സ് വരുന്നുണ്ട്. 50+8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. വോയിസിന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ 12+ലും നാർസോ 70 Proയിലും മെയിൻ ക്യാമറ സെൻസറിന്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പിന്നെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. ഇതിൽ റിയൽമി 12+ എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം 18,900 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. നാർസോ 70 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം 20,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും അവൈലബിൾ ആണ്. പിന്നെ ചില ആൾക്കാർക്ക് ടെക്നോടൊക്കെ ഒരു ഫോൺ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് ടെക്നോ Camon 20 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 18,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ മീഡിയാടെക് Dimensity 8050 എന്ന പ്രോസസർ കൊടുത്തിട്ടുണ്ട്. 8 5G ബാൻഡ്സ് ആണ് വരുന്നത്. 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 64+2+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. വോയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 18,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് പോക്കോയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പോക്കോ X6 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 7 Gen 2 എന്ന പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഒരു പ്രോസസറാണ്. പിന്നെ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഡോൾബി വിഷന്റെ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. വോയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 5100 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഐക്യൂടെ അല്ലെങ്കിൽ വിവോയുടെ നല്ലൊരു ഫോൺ 20,000 രൂപയ്ക്ക് താഴെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇതിൽ ഐക്യു Z9 അല്ലാന്നുണ്ടെങ്കിൽ വിവോ T3 5G എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ രണ്ട് ഫോണുകളിലും 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക് Dimensity 7200 എന്ന പ്രോസസർ എടുത്തിട്ടുണ്ട്. 8 5G ബാൻഡ്സ് ആണ് വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ OnePlusന്റെ ഒരു ഫോൺ ചില ആൾക്കാർക്ക് വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ OnePlus Nord C3 എന്നുള്ള സ്മാർട്ട് ഫോൺ 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 782G എന്ന പ്രോസസറാണ് വരുന്നത്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. സോണി IMX 890 മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. വോയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 19,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടുള്ള ഒരു ഫോൺ വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Infinix Note 40 5G എന്ന ഫോൺ നോക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോൺ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിൽ 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. 6.78 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക് Dimensity 7020 എന്ന പ്രോസസറാണ് വരുന്നത്. 108+2+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പം ഈ ഒരു ഫോൺ ഇൻഫിനിക്സിന്റെ ഫോൺ വേണം എന്ന് നിർബന്ധമുണ്ടെങ്കിലും വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിലും മാത്രം എടുത്താൽ മതി. പിന്നെ ഇത് കൂടാതെ ഈ മാസം CMFന്റെ ഫോൺ 1 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ മീഡിയാടെക് Dimensity 7300 എന്ന പ്രോസസറൊക്കെ വരുന്നതായിരിക്കും. ആ ഒരു ഫോണും 20,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും വരിക. അതുപോലെ തന്നെ മോട്ടറോളയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ അതിനും വെയിറ്റ് ചെയ്യാവുന്നതാണ്. ജൂലൈ 10 Moto G85 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 3 എന്ന പ്രോസസറും അതുപോലെ തന്നെ കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇതിൽ 20,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാനേതൊരു ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ
റിയൽമി P1 അല്ലാന്നുണ്ടെങ്കിൽ നാർസോ 70 എന്നുള്ള സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്തേക്കാം. ഇപ്പോഴത്തെ ഇതിൽ നാർസോ 70 ആയിരിക്കും സെലക്ട് ചെയ്യുക, കാരണം അതിനാണ് വില കുറവ്. അല്ല ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം, 20,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെയാണെന്നുണ്ടെങ്കിൽ iQOO Z9 അല്ലാന്നുണ്ടെങ്കിൽ വിവോ T3 എന്നീ ഫോണുകളും സെലക്ട് ചെയ്തേക്കാം. അതുപോലെ തന്നെ കേർഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ റിയൽമി P1 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ഞാൻ സെലക്ട് ചെയ്തേക്കാം. അപ്പം ഇതാണ് എൻ്റെ ഒരു ലിസ്റ്റ്. ഇതുപോലെ നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.